സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന LDF സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ ആശങ്കയോടെ ഗുണഭോക്താക്കൾ. UDF അധികാരത്തിലേറിയതിന് പിന്നാലെ കഴിഞ്ഞ 2 മാസമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല. നിർധനരായ സ്ത്രീകൾക്ക് അത്താണിയായിരുന്നു പദ്ധതി. ഈ പദ്ധതിയുടെ ഭാവിയെ ആശങ്കയോടെയാണ് സ്ത്രീ ട്രാൻസ്ജെൻഡർ സമൂഹം ഉറ്റുനോക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത നിർധനരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന LDFന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി 2025 ഒക്ടോബർ 29-നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമെന്നായിരുന്നു അന്ന് UDFന്റെ വിമർശനം. എന്നാൽ പ്രഖ്യാപനത്തിന് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ പെൻഷൻ തുകയെത്തി. ഫെബ്രുവരിയിലും മാർച്ചിലും കൃത്യമായി തുക അനുവദിച്ചു. ഇതോടൊപ്പം പദ്ധതിക്കായി 3720 കോടി രൂപ LDF സർക്കാർ ബജറ്റിൽ നീക്കിവെക്കുകയും ചെയ്തു. എന്നാൽ UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ കഴിഞ്ഞ 2 മാസമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഫയലുകൾ പിടിച്ചുവെച്ചിരിക്കുന്നത്. നിർധനരായ സ്ത്രീകൾക്ക് ആശ്രയമായിരുന്ന പദ്ധതിയെ തകർക്കാനുള്ള നീക്കത്തിൽ ആശങ്കയുണ്ടെന്ന് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശ്രീമയി. വളരെ ജനക്ഷേമകരമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. അതിൻ്റെ ഗുണഭോക്താവായിരുന്നു ഞാൻ. 2 മാസത്തോളം എനിക്കതിൻ്റെ പദ്ധതി പ്രകാരമുള്ള അത് ക്യാഷ് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് 2 മാസത്തോട്ട് അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തുടർന്നും അത് മുന്നോട്ട് പോകണം എന്നാണ് ട്രാൻസ് മനുഷ്യർ ഉൾപ്പെടെ സ്ത്രീകളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയായിരിക്കും. പക്ഷേ അത് പെട്ടെന്ന് നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പദ്ധതി അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന UDF സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും സ്ത്രീപക്ഷ സർക്കാരെന്ന് ഊറ്റം കൊള്ളുന്നവരാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. യുവജനങ്ങൾക്കായി LDF സർക്കാർ ആവിഷ്കരിച്ച കണക്ട് വർക്ക് സ്കോളർഷിപ്പും കഴിഞ്ഞ 2 മാസമായി വിതരണം ചെയ്തിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.